ഹായ് ഗേസ്, ഇതാണ് നമ്മൾ കാണുന്ന ആ വീഡിയോ. വേരിലുണ്ടാക്കിയ, അതായത് 2 മരങ്ങളുടെ ഇരുഭാഗങ്ങളിലായി 2 ദിശയിലുള്ള വേര് 2 ഭാഗത്തേക്കായി ചുരുണ്ട് നല്ല അതിമനോഹരമായി നമുക്ക് സഞ്ചരിക്കാൻ ഭാഗത്തിന് അവർ സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഈ വേരുകളാണിത്, ഒറിജിനൽ വേരുകളാണ്. ഈ വേരുകളാണ് ഈ പാലത്തിൻ്റെ യഥാർത്ഥ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇരുമ്പോ കോടാലിയോ കമ്പോ സിമൻറ്റോ പില്ലറോ കൊണ്ടുവന്ന ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് യഥാർത്ഥ ഒരു മരത്തിൻ്റെ വേര് കൊണ്ടാണ്. അപ്പോൾ ഇവിടത്തേക്ക് വരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഇവിടത്തേക്ക് വരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ 4000 സ്റ്റെപ്പോളം ഇറങ്ങണം. അതായത് അതും ഒരു നല്ല ആകൃതിയിലുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊന്നല്ല, പല ഷേപ്പായിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിറങ്ങി വേണം ഇവിടെ എത്താൻ. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് മുകളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെ ഈ ബ്രിഡ്ജിലേക്ക് എത്തും. ഈ ഒരു ബ്രിഡ്ജ് അതിമനോഹരമാണ്. ഈ 2 മരത്തിൻ്റെ വേരുകൾ, ഈ കാണുന്ന 2 മരത്തിൻ്റെ വേരുകൾ ഒറിജിനൽ വേര്, അതായത് നാച്ചുറായിട്ടുള്ള വേര് ഇപ്പുറത്തെ ദിശയിലേക്ക് വന്നു. ആ വേരിൽ പാലം സ്ഥാപിച്ചിട്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. ഞാൻ വീരുത ഒറിജിനലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ വേര് തന്നെയാണ്. ഈ വേരാണ് ശരിക്കും അങ്ങോട്ട് 2 ഇരുഭാഗങ്ങളിലായി ഈ വേര് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ 2 ഇതിൻ്റെ താഴത്തെ വേരിൽ താഴെ ഒരു പാലവും ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള വേരിൽ മേളത്തിലൊരു പാലവുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2 പാലം കാണാൻ പറ്റും. ഈ മരത്തിൻ്റെ മുകളിലെ വേര് കൊണ്ട് ഒരു പാലവും അതേപോലെ തന്നെ ഇതിൻ്റെ അടിവേര് കൊണ്ട് മറ്റൊരു പാലവുമാണ് ഇവിടെ നിർമ്മിതമായിട്ടുള്ളത്. അപ്പോൾ ഇത് നാച്ചുറാണ്. ഇവിടെ വരുന്നവർ ഈ ഒരു പാലം കാണാതെ ഇന്ന് വരെ പോയിട്ടില്ലെന്നാണ് നമ്മളെ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 5 പേരുണ്ട്, 5 പേരാണ് പോകുന്നത്. പക്ഷേ അവർക്ക് ഒരു ഗൈഡിന് 600 രൂപയാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു ഗൈഡ് വേണമെങ്കിൽ 600 രൂപ. അപ്പോൾ ഞാൻ മാത്രം ഒരു ഗൈഡിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബാഗ്, എൻ്റെ ഫോണ്, എൻ്റെ ചാർജറൊക്കെ പിടിക്കാൻ പറ്റും. അപ്പോൾ അവർ 4 പേര് ഗൈഡിനൊന്നും ഇല്ലാതെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഇത് അതിമനോഹരമാണ്. ഇത് ജീവിതത്തിൽ മേഘാലയ വന്നു കഴിഞ്ഞാൽ ചെറാപൂഞ്ചി എന്ന സ്ഥലത്ത് അതിമനോഹരമായി കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ഒറിജിനൽ വേര് കൊണ്ട് ഉണ്ടാക്കിയ പാലമാണിത്. അതിൻ്റെ മുകളിൽ പടികളും മറ്റു സാധനങ്ങളും നമ്മൾ നടക്കാൻ തെന്നിപ്പോകാതിരിക്കാൻ പറ്റും അതിൻ്റെ മുകളിലിട്ടത്. അതെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. വേര് കൊണ്ട് ഒറിജിനൽ വേരാണ്. ഒറിജിനൽ വേര്. ആ വേരിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ ഒരു വാട്ടർ ഫാൾസിൻ്റെ അടുത്തുള്ള ഈ ഒരു പാലത്തിന് ഒരുപാട് ഡബിൾ ട്രക്കർ എന്നറിയപ്പെടുന്ന ഈ പാലം മേഘാലയയിലെ ചിറാപൂഞ്ചിയിലെ 4000 സ്റ്റെപ്പ് താണ്ടി ഏറ്റവും അടിഭാഗത്താണ്. ഭൂമിക്ക് ഏറ്റവും താഴ്ന്ന ഭാഗത്താണ് ഈ പ്രദേശമുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളാരും ഇത് മിസ്യൂസ് ചെയ്യരുത്. അതിമനോഹരമായ പ്ലേസാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു സ്ഥലം തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട്, ഭാര്യമാരൊക്കെ കുളിക്കുന്നുണ്ട്. നമ്മൾ രാവിലെ കുളിച്ചു. അപ്പോൾ വാട്ടർ ഫാൾസിലൊക്കെ ഇതൊക്കെയാണ് വാട്ടർ ഫാൾസ്. ഏറ്റവും കൂടുതൽ മേഘാലയയിലുള്ള വാട്ടർ ഫാൾസിൽ പ്രധാനപ്പെട്ട ആഴത്തിലുള്ള വാട്ടർ ഫാൾസിൽ നമുക്ക് കുളിക്കാനും തൊടാനും വീഡിയോസൊക്കെ അടുത്ത് പോയി എടുക്കാൻ പറ്റുന്ന അതിമനോഹരമായ വാട്ടർ ഫാൾസ് ഈ ബ്രിഡ്ജിൻ്റെ പുറകുവശത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ഒരു കാരണവശാലും മിസ്യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് കാണിക്കാനുള്ള എല്ലാ സ്ഥലങ്ങളും 5, 6, 7, 8, 9, 10 അങ്ങനെ ഓരോ നമ്പർ ഇട്ട് ഓരോ സ്ഥലങ്ങളും നമ്മളെ ഗൈഡ് കാണിച്ചു തരും. യഥാർത്ഥ മനോഹാരിത എന്ന് പറയുന്നത് ഈ ബ്രിഡ്ജ് തന്നെയാണ്, വേരിലുണ്ടാക്കിയ ബ്രിഡ്ജ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ നടുഭാഗത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നുള്ളത്. ഇവിടുന്നാണ് നമുക്ക് വാട്ടർ ഫാൾസ്, അതിമനോഹരമായ ഒരു ചെറിയ വാട്ടർ ഫാൾസ്, ഇറങ്ങി കുളിക്കാനും അവിടെ പോയി വീഡിയോ എടുക്കാനും എല്ലാം സാധിക്കുന്ന ഒരു കുഞ്ഞു വാട്ടർ ഫാൾസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഭയങ്കര ഫോഴ്സാണ്, തലയൊക്കെ വേനയ്ക്കുന്നുണ്ട് വെള്ളം വീഴുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ നടുഭാഗത്താണ് ഞാൻ നിൽക്കുന്നുള്ളത്. കാണാൻ പറ്റില്ല, ആൾക്കാരെ കുളിക്കുന്നൊക്കെ കാണാൻ പറ്റും.
അതിമനോഹരം തന്നെയാണ്. ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഒരുപാട് ഭംഗിയുണ്ട്. ഈ പാലം ഒരുപാട് ഭംഗിയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുവാണെങ്കിൽ ഈ പാലം കാണാതെ പോകരുത്. ഓക്കെ, ഇവിടുത്തെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മരത്തിൻ്റെ വേര് കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചത്. അതാണ് ഇതിനൊരു പ്രത്യേകത. ഈ പാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരമില്ലേ, ഈ കാണുന്ന ഈ രണ്ട് മരത്തിൻ്റെ രണ്ട് ദിശ, രണ്ട് സൈഡിലുള്ള വേരാണ് ശരിക്കും ഈ പാലത്തിൻ്റെ സ്ട്രെങ്ത് വരുന്നത്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ പാലത്തിൻ്റെ രണ്ട് വേരാണ്. അതിൻ്റെ ഉള്ളിൽ ഈ പടിയിട്ടിട്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ താവളം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അതിമാനം ഇവിടുത്തെ ആൾക്കാരും അവിടുത്തെ അവരുടെ ജീവിതശൈലികളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതുപോലൊന്നല്ല, നമ്മുടെ നാട്ടിലേക്കാൾ ഇവിടെ താമസിക്കുന്നവരുടെ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. നമ്മളെ നാട്ടിൻപുറത്ത് താമസിക്കുന്നത് പോലെയാണ് വേറൊരു വൈവാണ് ഇവരുടെ ജീവിതം. ഇവിടത്തേക്ക് സിമെൻറ്റോ മണലോ അങ്ങനെ ഇരുമ്പോ സാധനങ്ങളൊന്നും അവിടുന്ന് എത്തിക്കണം, ഒരുപാട് ദൂരം സഞ്ചരിക്കണം. 4000 സ്റ്റെപ്പ് കേന്ദ്രീകരിച്ചാണ് ഈ താവളമുള്ളത്. ഡബിൾ ട്രക്കർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങൾക്ക് സമ്മാനിച്ചപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.